അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നേരത്തെ ശ്രീ സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മോഹൻ ഭാഗവത് ഗോൾവാൾക്കറെ തള്ളിപ്പറഞ്ഞു എന്നാണ്. വി.ഡി. സവർക്കറുടെ പുസ്തകങ്ങളുണ്ട്, ഗോൾവാക്കറുടെ പുസ്തകങ്ങളുണ്ട്. 1939 നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം. ഇന്ന് ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ആ പുസ്തകം തള്ളിപ്പറയുമോ? അതിൽ ന്യൂനപക്ഷം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യാനി എങ്ങനെ മര്യാദയാണ്? പിന്നെ ആരുടെയാണ്? നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു. വി ആൻഡ് അവർ നേഷൻ ഗുഡ് ഡിഫൈൻ. വി ആൻഡ് അവർ നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. പിന്നെ ആരുടെ പുസ്തകം? അങ്ങ് പറഞ്ഞോളൂ, ആരുടെ പുസ്തകം എന്ന് പറഞ്ഞോളൂ. പിന്നെ ആരുടെ പുസ്തകം? അല്ല, ആരുടെ പുസ്തകം എന്ന് പറയൂ. നോ 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 കമ്പൈലേഷൻ. 6 അധ്യായങ്ങളുടെ പുസ്തകം. ഒരാളുടെ അല്ല, 6 അധ്യായങ്ങളുടെ പുസ്തകം. പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്. 6 അധ്യായങ്ങളുടെ പുസ്തകം. 5-ാമത്തെ 6-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. ന്യൂനപക്ഷം എങ്ങനെ ജീവിക്കണമെന്ന്. ഈയിടെ RSSന്റെ ഒരു സമ്മേളനം നടന്നല്ലോ. ആ RSSന്റെ സമ്മേളനത്തിൽ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? അത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പൗരത്വം ഇല്ലാത്തവരായി മാറും നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടില്ലേ? ഇവിടെ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, RSS ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ മെയ്തകളെ, ആലംബാഗ് മെയ്തകളെ സായുധവൽക്കരിച്ച പോലെ. ഞാൻ പറയട്ടെ, ഒരു സമ്മതവുമില്ല എന്ന ഒരു കാര്യം ഞാൻ പറയാം. ആ പുസ്തകത്തിൽ ഗോൾവാക്കർ നന്ദി പറയുന്നുണ്ട്. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചത്, ഞാൻ പറയട്ടെ സാർ, ഞാൻ എന്റെ സമയം കളയരുത്. അല്ലല്ലല്ല, ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് നിങ്ങൾ തെറ്റ് പറയാ, ദയവായി ഒന്ന് പറയൂ. ഈ പുസ്തകം എഴുതുന്നതിന് ഞാൻ ആധികാരികമായിട്ട് പറയാം. ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആരോട് നന്ദി പറയുന്ന? സവർക്കറോട്. തീർന്നില്ല കേട്ടോ. ആ പുസ്തകത്തിന് ആമുഖം എഴുതി ആരാന്നറിയാമോ? MS അനോയ് ആരാണ്? കോൺഗ്രസിന്റെ നേതാവ്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, MS അനോയിയാണ് കോൺഗ്രസിന്റെ നേതാവാണ്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത് MS അനോയ്. കോൺഗ്രസിന്റെ സമ്മേളനത്തിനിടയ്ക്ക്, ഇതിന് തിരക്ക് പിടിച്ച സമയത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതി തന്നല്ലോ എന്ന് നന്ദി പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമുക്കാണ് ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ചർച്ചയ്ക്ക് റിപ്പോർട്ടർ TV അനുവദിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരുമായിട്ട് ആ പുസ്തകം വെച്ച് നിഷേധിക്കത്തില്ല. അല്ലല്ല, പറയാം, ബാക്കൂടെ പറയാം. ഈ കേരളത്തിനകത്ത് RSSന്റെ കായിക ശക്തി മണിപ്പൂരിലെ പോലെ ഇല്ല. നിങ്ങൾ UPയിലെ കായിക ശക്തി എങ്ങനെ ഉണ്ടാക്കി? ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ തല്ലാൻ ആരെയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഠാക്കൂർമാരെ കൊണ്ടുവന്നത്. മുസഫർ നഗർ കലാപം, ഠാക്കൂർ മുസ്ലിം കലാപം, ഠാക്കൂർമാരെ ഉപയോഗിച്ചിട്ടാണ് മുസഫർ നഗർ കലാപം ഉണ്ടാക്കിയത്. ഇതേ രീതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തെ RSSന്റെ പിണിയാളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ്, ഇടത്താവളമാണ് BDJS. ഇവിടുത്തെ ഒരു പ്രബലമായ സമുദായത്തിന്റെ കായിക ശക്തിയെ എങ്ങനെ ന്യൂനപക്ഷത്തിനെതിരെ തിരിച്ചുവിടാം? അതിനുണ്ടാക്കിയ ഒരു ഇടത്താവളമാണ് BDJS. ആ BDJSനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കായിക ശക്തി നിർമ്മിക്കുന്നുള്ള പ്രവർത്തനത്തെ, RSSന്റെ ലക്ഷ്യങ്ങളെ കായികമായി നേരിടാനുള്ള കരുത്ത്, ആ കരുത്ത് കേരളത്തിനുണ്ട് എന്നത് കൊണ്ടുകൂടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് പറഞ്ഞ സംഭവം നടക്കാതിരുന്നത്. വിമാനം വന്നപ്പോൾ വിമാനത്താവളം കത്തി. തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം വിമാനത്താവളം. ആ കലാപം കരുണാകർ സർക്കാർ അറച്ചു നിൽക്കാത്തൊരു പിണറായി സർക്കാരുണ്ട്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ വിഴുങ്ങാൻ RSS വന്നാൽ അറച്ചു നിൽക്കാതെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഒരു പിണറായി സർക്കാരുണ്ട്, ഒരു സാസ്ത്യം. ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ മുഴുവൻ വേട്ടയാടപ്പെടുമ്പോൾ, 23 സംസ്ഥാനങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, എല്ലാ ഹിന്ദുവിനും വീട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ LDF. ആ കൂടി എല്ലാ ക്രിസ്ത്യാനിക്കും എല്ലാ മുസ്ലിമിനും വീട് കൊടുക്കും. നിങ്ങളുടെ UPയോ നിങ്ങളുടെ ബീഹാറോ? മനുഷ്യ ജീവിതത്തിനകത്ത് കേരളത്തിൽ വരുത്തിയ മാറ്റം, ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മാറ്റം വരുത്തി. ഞങ്ങളുടെ അഭിമാനം അതാണ്. അതുകൊണ്ട് നിങ്ങൾ മതം പറയുമ്പോൾ ഞങ്ങൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായി കേരളം 1-ാം സ്ഥാനത്താണ്.
ആ കേരളത്തെ പോലും ദുർബലമായ UDF എത്രത്തോളം വർഗീയ കലാപം നടത്താൻ കഴിയുമെന്ന് മാറാട് തെളിയിച്ചു. ആ സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് എത്രത്തോളം വരാമെന്നുള്ളത് തിരുവനന്തപുരം തെളിയിച്ചു. അവിടെ അറച്ചു നിന്നു ആന്റണി സർക്കാർ, അറച്ചു നിന്നു കരുണാകരൻ സർക്കാർ, അറച്ചു നിന്നു ഉമ്മൻചാണ്ടി സർക്കാർ. ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്വാസ്ഥ്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മത നേതാക്കന്മാരും ദീപിക പത്രമൊക്കെ കേരളത്തിൽ എഴുതും. ഞാൻ ഒരു വാക്കൂടെ പറയാം, കേരളത്തിൽ എഴുതും. കേരളത്തിന് പുറത്ത് എഴുതാനാവില്ല. എല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ദീപികയ്ക്ക് എഴുതാം. കേരളത്തിന് പുറത്ത് എഴുതാനാവാത്തൊരു പരിസരത്താണ് മതന്യൂനപക്ഷം ഇന്ത്യയിൽ ജീവിക്കുന്നത്. കേരളത്തിൽ മതന്യൂനപക്ഷത്തിന് കിട്ടുന്ന സ്വാസ്ഥ്യം, സ്വസ്ഥത, വിശ്വാസ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ വേറെ എവിടെ? ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷം ഈ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് സാധ്യമല്ല. Debate with MV Nikesh Kumar.